പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. പ്രഭു കുടുംബത്തിൽ ജനിച്ച ഉന്നത വിദ്യാഭ്യാസം, ഫിലോസഫി, തിയോളജി, ലോജിക്ക്, സാമൂഹിക ശാസ്ത്രം, തത്വമീമാംസ, നിയമമൊക്കെ പഠിച്ച പയ്യൻ. എല്ലാ സാധ്യതകളും ജീവിതത്തിൽ തുറന്നിട്ടിരിക്കുകയും ചെറുക്കന് എല്ലാ സാധ്യതകളുടെ പ്രലോഭനം മുമ്പിൽ നിൽക്കുക. എവിടം വരെ വേണമെങ്കിലും വലിയൊരു നിങ്ങളെ തോമിസം പുള്ളിയുടെ പേരിലൊരു ഫിലോസഫി ഉണ്ട്. തോമിസ്റ്റ് ഒരു ഫിലോസഫി ഉണ്ടാകും ഈ പയ്യന്റെ പേരിൽ. അവൻ കർത്താവിനെ പിന്തുടരുക. സെമിനാറുകളിൽ പഠിപ്പിക്കുന്ന തിയോളജിയുടെ ഒക്കെ ബേസ് ചെയ്ത ദൈവം ഉണ്ടെന്നുള്ള തെളിവുകൾ, 5 തെളിവുകളൊക്കെ ഈ പയ്യൻ കണ്ടുപിടിക്കായിരുന്നുണ്ട്. ഇന്ന് വരെ ആരും എഴുതിയിട്ടില്ലാത്ത രീതിയിൽ അവൻ എഴുതുക ദൈവത്തെ പറ്റി. ജീവിതം മാറുക. നിന്റെ ജീവിതത്തിലേക്ക് അടിക്കുന്ന തിരമാലയായിട്ട് ദൈവസ്നേഹം മാറുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിലെ സകല പ്രലോഭനങ്ങളും സകല സുഖങ്ങളും മുമ്പിൽ വെച്ചിരിക്കുക. അതൊരു സന്യാസിയാകാൻ പോകുന്നു. തിന്നും കുടിച്ചു ഒക്കെ സുഖമായിട്ട് ജീവിക്കാന്നവൻ ഒന്നും വേണ്ട, സന്യാസം മതിയെന്നൊക്കെ പറഞ്ഞ് കയറണമെങ്കിൽ എനിക്ക് ദൈവങ്ങളെ ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി ലിസ്റ്റ് എഴുതിത്താ. എനിക്ക് ചാലഞ്ചിങ് യു. ഒന്നും കാണാം, 0. ക്രിസ്തുവിന് വേണ്ടി നീ എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടൊന്ന് എഴുതി തന്നേ. അടുത്ത പേജ് ക്രിസ്തുവിനെ പ്രതി നീ നേടിയതൊക്കെ ഒന്ന് എഴുതിത്താ. എഴുതി ക്രിസ്തുവിനെ പ്രതി കിട്ടിയ കാര്യങ്ങളുണ്ടാവും മക്കളെ. ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ. നേർച്ച ഇടാൻ പോലും നമ്മൾ ഏറ്റവും ചെറുതെടുത്തിടും അല്ലേ? അതെ, കൊടുക്കാനല്ലേ ഞാൻ പറയണത്. ഒരു ദാനം ചെയ്യുമ്പം പോലും അതേപോലെ എന്ത് നഷ്ടം ഈശോയുടെ നാമത്തിൽ ഞാൻ ചോദിക്കുക. 2-3 ആഴ്ച മുമ്പ് നമ്മുടെ പള്ളിയിലൊരു കുടുംബം സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. 5 വീടുകൾക്ക് അവർ സ്ഥലം കൊടുത്തു. 30 സെന്റ് സ്ഥലം. ബാക്കി ഇനിയുള്ളത് 20 സെന്റ് സ്ഥലം. 50 സെന്റ് സ്ഥലം ആകെ ഉള്ളത്. കോടീശ്വരം കൊടുത്ത കാര്യമല്ല. 50 സെന്റ് സ്ഥലമുള്ള പകുതി വെട്ടി മുറിച്ച് 30 സെന്റ് മുറിച്ച് ചതുരമാക്കി കൊടുത്തിരിക്കുക. 5 പേർക്ക് വീട് വെക്കാൻ, 10 പേർക്കോ 5 പേർക്കോ അങ്ങനെ വീട് വെക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മുതലാളിയായിട്ട് ദാനം ചെയ്യാന്ന് വിചാരിക്കല്ല. നീ സമ്പന്നനായിട്ട് ദാനം ചെയ്യാന്ന് വിചാരിക്കരുത്. നീ പുണ്യാളനായിട്ട് ശുശ്രൂഷ ചെയ്യാന്ന് നീ വിചാരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാഭമായിരുന്നു നിനക്ക് കിട്ടാവുന്ന ലാഭങ്ങൾ. അതിൻ്റെ പേരാ മകളെ പരിത്യാഗം അനുഭവിക്കുക എന്ന് പറയുന്നത്. പരിഹാരം ചെയ്തൊക്കെ ജീവിക്കുക. എന്തെന്നറിയോ? നിങ്ങൾ ഇന്ന് പരിത്യാഗവും പരിഹാരവും ചെയ്ത് ജീവിച്ചാൽ നിങ്ങളുടെ അടുത്ത തലമുറ അവർ ദൈവത്തെ അറിയും. കാലം വല്ലാത്ത യാത്രയില്ല. ദൈവമൊന്നും വേണ്ടാത്തൊരു കാലഘട്ടമായി ഇന്ന്. പള്ളിയും പ്രാർത്ഥനയും ഒന്നും വേണ്ട എന്നുള്ള. കോവിഡിൻ്റെ കാലത്ത് ആരാ പ്രാർത്ഥിച്ചു? എന്നിട്ട് ലോകം ഇടിഞ്ഞു പോയോ? ഇല്ലല്ലോ. ചോദ്യങ്ങൾ 1000ങ്ങളുണ്ട് മക്കളെ. ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കല്ലേ. ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കല്ലേ. നിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയണമെങ്കിൽ നീ ദൈവത്തിന്റെ മുമ്പിൽ കണ്ണീര് വീഴ്ത്തി നീ പ്രാർത്ഥിക്കുന്നവയും നീ ത്യാഗമെടുക്കുകയും കർത്താവിനെ പ്രതി നഷ്ടം സഹിക്കുകയും ചെയ്യണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അതാ മക്കളെ, ദൈവത്തിൻ്റെ പ്രതിഫലം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ പ്രതിഫലം അങ്ങനെയാണ്. ക്രിസ്തുവിനെ പ്രതി എനിക്ക് ലാഭമായിരുന്നതെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം തീ പിടിപ്പിക്കും മക്കളെ. ദൈവത്തെ പറ്റിയുള്ള ഓർമ്മ, ദൈവത്തെ പറ്റിയുള്ള അറിവ്. വിവാഹമോചനമൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ദൈവജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. കെട്ടിയിട്ട് ഒരാഴ്ചയും 2 ആഴ്ചയും 1 മാസം 2 മാസമൊക്കെ ജീവിക്കാൻ പറ്റുന്നത് എന്താ? കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ, എനിക്കതിന് ഒരുപാട് പ്രായമായെന്ന് വിചാരിച്ചിട്ടുണ്ടോ, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ എല്ലാം സഹിച്ച് ജീവിച്ചോ. കല്യാണം കഴിഞ്ഞതിൻ്റെ 3-ാം ദിവസം തലമുടിക്ക് കുത്തിപ്പിടിച്ചെന്നൊരു ആള് പറയുന്നത് കേട്ടു. പ്രേമിച്ച് കെട്ടിയതാന്നതേ, പ്രേമിച്ച് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് കല്യാണം കഴിഞ്ഞതിന് 3-ാം ദിവസം തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് തലയ്ക്ക് ഒറ്റയിടി. കുടുംബജീവിതത്തിൻ്റെ കഥ. ആ കുടുംബങ്ങൾ ഇന്നും മക്കളെ വളർത്തി ജീവിക്കുക. ഇവിടെ ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ഇട്ടിറങ്ങി വന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിക്കാനൊക്കെ മക്കൾക്ക് പേടിയായിപ്പോ, വിവാഹം കഴിക്കാനൊക്കെ പേടിയായിപ്പോ, ഭയവാ. ഇപ്പൊ ഒന്നും വേണ്ട, ഒരു 30 വയസ്സായിട്ട് കെട്ടാന്നൊക്കെ 30 വയസ്സ് ഇരിക്കുന്നു നിന്റെ അപ്പൂപ്പൻ ഇരിപ്പുണ്ട് കല്യാണം കഴിക്കാൻ. പെമ്പിള്ളേരൊക്കെ ഇപ്പോൾ 28 മുമ്പ് ഒന്നും കാണുന്നത്, കല്യാണമൊന്നും നടക്കാൻ പോണില്ല. ഇനി 10-25 വയസ്സ് കൊച്ചുങ്ങളെ പിടിച്ച് കടിച്ചാൽ കല്യാണം നടക്കും, ഇല്ലെങ്കിൽ അവിടെ നിൽക്കും. ചെറുക്കന്മാർ 30-35 തെക്കും പടക്കം നടക്കുക, ജോലി കിട്ടിയിട്ട് കെട്ടാൻ നിന്നതാ. ഒരു കണക്കിന് അതാ നല്ലത്. പെണ്ണിനെ പിടിച്ച് പട്ടണിക്കിടുന്നാലും നല്ല ജോലിയാണ്. എടാ, ജോലി എന്ന് വെച്ചാൽ വെള്ളക്കോളമുള്ള ജോലിയില്ല, ജീവിക്കാൻ പിടിക്കുക, കഷ്ടപ്പെട്ട ജീവിതത്തിൽ. അവങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു 10-28 വയസ്സിലൊക്കെ കല്യാണം നടന്നതിന് പേര് നടക്കത്തില്ല. എനിക്കറിയാവുന്നതുകൊണ്ടാണ് പറയണത്. 30-35 വയസ്സൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാർ നിൽപ്പുണ്ട്, ആണും പെണ്ണും നിൽപ്പുണ്ട്, എഞ്ചിനീയർമാർ, വലിയ ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്സുകാർ നിൽപ്പുണ്ട്. കല്യാണം നടക്കണില്ല. കാരണം ദൈവത്തെ മറന്ന് ജീവിക്കുക നമ്മൾ. ദൈവബന്ധം ബൈബിളിൻ്റെ ആദ്യ താളിലെ വിവാഹമെന്ന കൂദാശ കാണുന്നത്. ബൈബിളിലെ മാനിക്കാത്തവന് വിവാഹമെന്ന കൂദാശ ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലേക്ക് വരണം മക്കളെ. ബൈബിളിനെ ചങ്കോട് ചേർത്ത് പിടിക്കാത്തവനൊന്നും അച്ഛനാകാൻ പറ്റത്തില്ല. കുരിശിനെയൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും കയ്യിലെടുത്ത് നോക്കാത്ത ഒരാൾക്ക് ഒരു സന്യാസിനെ ആകാൻ പറ്റത്തില്ല, സമർപ്പിതനാകാൻ പറ്റത്തില്ല. വല്ലപ്പോഴെങ്കിലുമൊക്കെ ഉപവാസമെടുക്കാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. നമുക്കെല്ലാം കഥയും തമാശയും കളിയും പാട്ടും ഒക്കെയാണ്. ഒന്നുമല്ലെന്ന്. ജീവിതമാകുന്നത് പരിവരുത്ത യാഥാർത്ഥ്യങ്ങളല്ല മക്കളെ. പാട്ടൊക്കെ ഒരു രാത്രി കൊണ്ട് പാട്ടൊക്കെ കഴിയും. സൂര്യൻ ഉദിക്കുമ്പോൾ ജീവിതത്തിന് പ്രശ്നങ്ങൾ ആരംഭിക്കുക. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരും. എത്ര മക്കളാണ് വന്ന ഈ ദിവസങ്ങളിൽ വെച്ചാൽ ജപ്തി നോട്ടീസാണ്. മാർച്ച് 31 വീടിന് പുറത്തോട്ടാക്കും. കോടീശ്വരന്മാരിൽ മുതലുള്ളവർ വന്നിരിക്കുക. ചില മനുഷ്യർക്ക് 6 ലക്ഷം രൂപയുടെ കടവ് പറയാനുള്ളൂ. ചിലർക്ക് 60 കോടി രൂപയുടെ കടം പറയാനുള്ള മനുഷ്യന്മാർ വരുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ. സ്ഥലം കിടപ്പുണ്ട് വെച്ചോ, സ്ഥലം കൊണ്ടുപോയി ബാങ്കിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തൊട്ടാലേ അത്ഭുതം നടക്കത്തുള്ളൂ മക്കളെ. ദൈവം തൊട്ടാലേ അത്ഭുതം നടക്കത്തുള്ളൂ. ഒരു വിശ്വാസമില്ലാത്ത കുറച്ച് പേര് ഒന്ന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. ദൈവം തൊട്ടില്ലേ അത്ഭുതം നടക്കില്ല. ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചില്ലെങ്കിൽ അത്ഭുതം നടക്കില്ല. വചനം ഒച്ചത്തിൽ വായിക്കണം. നന്നായിട്ട് തോറ്റുപോയവരൊക്കെ, ജീവിതത്തിൽ തോറ്റുപോയെന്നൊക്കെ തോന്നുന്നവരെ ബൈബിൾ എടുത്ത് ഒച്ചത്തിൽ വായിച്ചു. നന്നായിട്ട് വീണുപോയെന്നൊക്കെ വിചാരിക്കുന്നവര് കുറച്ചു നേരം മണല് വാരി മുട്ടും കുത്തി അവിടെ നിന്ന് വിളിച്ചു, യേശുവേ എന്ന് വിളിച്ചു. ദൈവം തൊട്ടാൽ അത്ഭുതം നടക്കും മക്കളെ. ദൈവത്തിന്റെ സ്വരം മുഴങ്ങിയാൽ അവിടെ അത്ഭുതം നടക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Let him touch you. അവൻ നിന്റെ മേൽ അലിവാങ്ങണം. അവന് നിന്നോട് കരുണ തോന്നണം. തിരുവചനം, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കണം. ഒന്നുമല്ല, ഇതൊന്നുമല്ല.
ധ്യാനപ്രസംഗവും കൺവെൻഷൻ പ്രസംഗവും ഒന്നും അല്ല മക്കളെ, ക്രിസ്തുവിനെ അറിയുന്നത്. അവൻ്റെ സ്നേഹത്തിന് ഒരു സ്പൂണ് മതി. ഒരു ജീവിതം മുഴുവൻ ബൈബിൾ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ. അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പൂണ് നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, തോമസ് അക്വീനാസിൻ്റെ പെരുന്നാളാണ്, ഒരു തുള്ളി സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ അവൻ നിർത്തി അവൻ്റെ എഴുത്ത്. ജീവിതകാലം മുഴുവൻ എഴുതിയത് ദൈവത്തെ പറ്റിയാ. പറഞ്ഞ് എനിക്ക് എഴുതാൻ യോഗ്യതയില്ല. ഹല്ലേലൂയ. ഒത്തിരി പ്രസംഗിക്കാനൊന്നും പോകാതിരിക്കുന്ന മക്കളാ നല്ലത്. ഒത്തിരി പ്രസംഗിക്കാനൊന്നും പോകാതിരിക്കുന്ന നല്ലത്. ശബരാൻ ഒന്ന് സ്തുതിച്ചേ. ശബരാന മാതാവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഈ കൂടാരത്തിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. ശബരാന ദാഹപര അത്ഭുതകരമായ സൗരഭ്യം ഇപ്പോൾ പരക്കുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ശബരാന ദാഹ പ്രാർത്ഥിച്ച മക്കളെ, കർത്താവിന്റെ കൃപ തരുന്നുണ്ട്. ഒരു വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. വചനത്തെ വെട്ടിയാൽ ദൈവസ്പർശനം ഉണ്ടാവും. ഞാൻ പറഞ്ഞ മാത്രമേ എന്തോ നിങ്ങൾ കേട്ടോ, ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞ പ്രസംഗിക്കുന്നത് നല്ല കാര്യം. ഒരു സ്പൂൺ അനുഭവിച്ചതേ വീണ്ടും വരുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട് സൗരഭ്യം പോലെ. മക്കളെ, ഇതാ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നിനക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല, നിനക്ക് ഓക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവം പറയുന്നത് നീ കേൾക്കുമ്പോ ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു സ്പൂൺ, ഒരു തുള്ളി സ്നേഹം ദൈവത്തിന് നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പാട്ടൊക്കെ പാടാൻ എളുപ്പങ്ങൾ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഒരു പൊടിക്കനുഭവം, ഒരു പഞ്ചസാര കണിക പോലെ. വായിക്കകത്തെല്ലാം കയ്പല്ലേ, വായിക്കകത്തൊക്കെ കയ്പാ മക്കൾ. അത് ജീവിതത്തിന്റെ കയ്പായിട്ട് ദൈവത്തെ രുചിക്കാത്തത് കൊണ്ട് അതിന്റെ വായിക്കകത്ത് കയ്പ്. ദൈവത്തെ രുചിക്കാത്തത് കൊണ്ട് അതിന്റെ ജീവിതത്തിൽ കയ്പ്. 18 വയസ്സുള്ള കൊച്ചു ഇന്നലെ വന്ന് പ്രാർത്ഥിക്കാൻ, ഞായറാഴ്ച ക്യാൻസറാ പയ്യന്, പള്ളിക്ക് വെളിയിൽ നിൽക്കുക. അവൻ്റെ അമ്മ വന്ന് പ്രാർത്ഥിച്ച് വെള്ളം ഞാൻ എന്ത് പറ്റി, അവൻ്റെ തലയിലെ മുടി മുഴുവൻ പോയി. കീമോയൊക്കെ എടുത്ത് കഴിഞ്ഞ് തലയിലെ മുടി മുഴുവൻ. 19-18 വയസ്സ്. അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന കൊച്ചാ. അവൻ കയറി വന്നു, സുന്ദരമായിട്ട് ചെയ്യുക. ഞാൻ വേണ്ട കൂട്ടാ, നിനക്കൊന്നുമില്ലടാ, നിനക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് അങ്ങനത്തെ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണങ്ങിപ്പോട്ടെന്ന് ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യാന്നാ പറയണത്? ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ജീവിതം നഷ്ടമാക്കണമെങ്കിൽ നഷ്ടമാക്കണം മക്കളെ. ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നിന്റെ ആയുസ് കൊടുക്കണമെങ്കിൽ ആയുസ് കൊടുക്കണം. ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി നിന്റെ ആരോഗ്യം കൊടുക്കുന്ന നീ കൊടുക്കണം. നീ കൊടുത്തു നോക്ക്, നീ ഒന്ന് കൊടുത്തു നോക്കി. പ്രസംഗം കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് നീ ഒന്ന് നീട്ടിക്കൊടുത്തേ കർത്താവിന്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവ്വവും നഷ്ടമായി ഞാൻ അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുന്നു. കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ വേണ്ടെന്ന് വെക്കണം മക്കളെ, കിട്ടാവുന്ന സുഖങ്ങൾ വേണ്ടാന്ന് വെക്കണം, കിട്ടാവുന്ന ലാഭങ്ങൾ വേണ്ടാന്ന് വെക്കണം, കിട്ടാവുന്ന നേട്ടങ്ങൾ വേണ്ടാന്ന് വെക്കണം. ക്രിസ്തുവിനെ വിറ്റിട്ട് നീ കാശുകാരനാകാൻ നോക്കല്ല കേട്ടോ. ക്രിസ്തുവിനെ വിറ്റിട്ട് നീ കഞ്ഞി കുടിക്കാൻ നോക്കല്ല. 30 വെള്ളിത്തൊട്ടന് യൂദാസ് വിറ്റു കർത്താവിനെ. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കൊണ്ട് കർത്താവിനെ വിൽക്കാൻ നോക്കരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, യു ഷുഡ് ലൂസ് ഫോർ ക്രൈസ്റ്റ്. നീ നിന്നെ നഷ്ടപ്പെടുത്തും. നീ ലാഭം ഉണ്ടാക്കാൻ നോക്കല് കർത്താവിനെ വെച്ച്. കർത്താവിന് നഷ്ടപ്പെടണം മക്കളെ, ഇല്ലാതാകണം. ഞാൻ പറഞ്ഞല്ലേ, അവര് 50 സെന്റ് 30 സെന്റ് പാവങ്ങൾക്ക് 20 സെന്റ്. നിങ്ങൾക്കറിയാം ബാക്കി കഥ. ചെറുക്കൻ്റെ കല്യാണം നടക്കാൻ പോവാ, നാളെ മനസ്സമ്മതമാണ്. ഇന്ന് രാവിലെ ഒന്ന് തന്നെ വിളിച്ചിട്ട് പോയി. മക്കളൊക്കെ വിദേശത്തെത്തി. നല്ല മനോഹരമായിട്ടുള്ള കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ദൈവാഭിഷേകമുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം ഇങ്ങോട്ട് ആലോചിച്ച് വരിക. കഴിഞ്ഞ മൂന്നാലല്ല അതിന് കൂടുതലും വർഷങ്ങളായി. ആ കോവിഡിൻ്റെയൊക്കെ സമയത്ത് പള്ളിയിൽ എല്ലാ ദിവസവും മുടങ്ങാതെ വരുന്നൊരു കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത്. മക്കളെല്ലാം ഇന്നും അപ്പനുമായി മുടങ്ങാതെ വെളുപ്പിന് 6 മണിക്ക് മുമ്പ് വിമലഗിരിയിലെത്തും. ഞായറാഴ്ച വരും കൈവപ്പിന് വേണ്ടി, ഒരു കൈവപ്പിന് വേണ്ടി ഞായറാഴ്ച വരാറുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒന്ന് നഷ്ടപ്പെടുത്തി നോക്കിക്കേ. തൻ്റെ ഉണ്ടെങ്കിൽ പറമ്പിൻ്റെ പകുതി വിൽക്കും മക്കളെ. തൻ്റെ ഉണ്ടെങ്കിൽ നിന്റെ സമ്പത്തിൻ്റെ പകുതി നീ പാവങ്ങൾക്ക് കൊടുക്കുക. അറിയാതെങ്കിലും ഒരു ഹല്ലേലൂയ പറയുമെന്ന് വിചാരിച്ചു. പറയണ്ട 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 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പകുതി കൊടുക്കേണ്ടി വരും. നിനക്കുള്ളത് 1 സെൻറ്റോ 50 വെച്ച് കൊടുക്കുക. 2 സെൻറ്റാണെങ്കിൽ 1 സെൻറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ധനികന്മാരോടും കോടീശ്വരന്മാരോടും അല്ല പ്രസംഗിച്ച്, ഞാൻ പാവങ്ങളോട് സംസാരിക്കുന്നത്. 2 സെൻറ്റ് 3 സെൻറ്റും 5 സെൻറ്റും 10 സെൻറ്റും ഉള്ളവനോടാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോടീശ്വരൻ എന്തായാലും കൊടുക്കാൻ പോകുന്നൊന്നുമില്ല. അവനെ പുറമ്പോക്കെ കൊടുക്കുന്നത്, അതിനപ്പുറത്ത് അവൻ കൊടുക്കില്ല. അവന് ധൈര്യമില്ല, അവന് നട്ടലില്ല. നിനക്കുണ്ടാവും. കാരണം നീ ഇല്ലാതിരുന്നവനാ. ഇല്ലാതിരുന്നിടത്തൊന്നും നീ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാം മുതലാളിമാരായിരിക്കുന്നത്. ഹല്ലേലൂയ. ചുമ്മാ വെല്ലുവിളിക്കാം മകളെ. നീ മരിച്ചു പോകുന്നതിന് നിന്റെ പറമ്പിൻ്റെ മൂലയ്ക്ക് ഒരു വീടെങ്കിലും പണിതിരിക്കണം. വീടില്ലാത്തവന് നീ മരിച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ വീടിൻ്റെ മൂലയ്ക്ക് ഒരു പാവപ്പെട്ടവനെങ്കിലും വീട് പണിതിരിക്കണം. നീ എഴുതിക്കൊണ്ട് നിന്റെ കുടുംബസ്വത്ത് പകുതി പാവങ്ങൾക്ക്. സ്വർഗത്തിൽ പോകും മക്കള്. എന്ന് മാത്രമല്ല, പ്രവചിക്കാം, അടുത്ത തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം ധനികരായിട്ട് മാറും. നെക്സ്റ്റ് ജനറേഷൻ വിൽ ബി എ റിച്ച് ജനറേഷൻ. ആത്മീയ ഉയർച്ചയുള്ള ഒരു തലമുറ വരാൻ പോവുക. സാമ്പത്തിക പുരോഗതിയുള്ളൊരു തലമുറ വരാൻ പോവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേശത്ത് കാണുന്നൊരു കാഴ്ചയല്ലേ, ഒരു കാലത്തെ ധനികന്മാരെല്ലാം ഇന്ന് കൊഴിഞ്ഞു വീണു. ആർക്കും കൊടുക്കാതെ, കൂലി പോലും കൊടുക്കാതെ വെച്ചിരുന്നവർ ഇന്നെല്ലാം ഡിസപ്പിയേർഡ്. അന്ന് കൂലിപ്പണിയും അടിമപ്പണിയും കുടിയാമ്പണിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരുടെ മക്കളൊക്കെ ഇന്ന് UK-യിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയിട്ട് അവൻ ധനികനേക്കാളും ധനികനായിട്ട് ജീവിക്കുക. ഒരു റിവേഴ്സ് ഉണ്ട് മക്കളെ. അത് ജീവിതത്തിൻ്റെ ഒരു നിയമമാണ് കേട്ടോ. ജീവിതത്തിൻ്റെ ഒരു നിയമം ഈ റിവേഴ്സ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് തിന്നും കുടിച്ച് നടക്കുന്നവൻ അവൻ പട്ടിണിയിലേക്ക് പോകും. ഇന്ന് പട്ടിണിയിലിരിക്കുന്നവൻ നാളെ ഒരുപാട് തിന്നും കുടിച്ച് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നവര് ഇനി ഇതാ സന്തോഷിക്കാൻ പോവുക. ഇന്ന് ഒരുപാട് താഴ്ത്തപ്പെട്ടിരിക്കുന്നവര് ഇനി ഒരുപാട് ഉയർത്തപ്പെടാൻ പോവുക. ഇന്ന് ഒരുപാട് കരയുന്നവര് ഇനി ഒരുപാട് സന്തോഷിക്കാൻ പോവുക. ഇന്ന് ഒരുപാട് പീഡകൾ അനുഭവിക്കുന്നവര് ഇനി ഒരുപാട് കൃപ അനുഭവിക്കാൻ പോവുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ യേശുവോടെ മലയിലെ പ്രസംഗമാണ് നിങ്ങളോട് ഞാനിപ്പം പറഞ്ഞത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് മക്കളെ. ഞെരുങ്ങി ജീവിക്കുക, ഒതുങ്ങി ജീവിക്കുക, നഷ്ടപ്പെടുത്തി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവവും നഷ്ടമായി തന്നെ അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ വേസ്റ്റ്. ശബ്ദിക്കാൻ വരിക പൈസ കാണുമ്പോൾ, ശബ്ദിക്കാൻ വരുക സുഖഭോഗങ്ങൾ കാണുമ്പോൾ, കള്ള് കാണുമ്പോൾ ശബ്ദിക്കാൻ വരിക, മയക്കുമരുന്ന് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരിക. ഉച്ഛിഷ്ടം ഛർദ്ദില് പോലെ ഞാൻ കാണുക പറയുന്നത്. ശരിക്കും ആ വാക്കിന്റെ അർത്ഥം അവിടെ അങ്ങനെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളുടെ ജീവിതത്തെ ഈ ഒരു അകലത്തിൽ കാണാൻ പറ്റുമോ? ഒത്തിരി പ്രാന്ത് പിടിച്ചൊന്നും നടക്കേണ്ട കാര്യമില്ല മക്കളെ. ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാനുള്ള തരണമെന്ന് ബൈബിളിൽ എഴുതി പ്രാർത്ഥിച്ചു. എന്നെ ധനികനാക്കല്ലേ, ഞാൻ അഹങ്കാരിയായി പോകും. എന്നെ തീർത്തും ദരിദ്രനാക്കല്ലേ, ഞാൻ കള്ളനായി പോകും, ഞാൻ മോഷ്ടിക്കാൻ പോകും. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതിനപ്പുറത്തേക്കൊന്നും ചോദിച്ചാൽ മക്കൾ പറയാൻ വിളിച്ചു, ജീവിക്കാനുള്ള കിട്ടിയാൽ മതി വെച്ചു. കഴിഞ്ഞ ദിവസം പെങ്കൊച്ചു എന്ന് പറയുന്നത് കേട്ടോ. അവള് എവിടെയാ? കുവൈറ്റിലാണ്. ഒത്തിരി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വെച്ചോ. ജീവിക്കാൻ പറ്റുന്ന ചെറിയൊരു വീട്, ഒരുപാട് ബാലൻസ് ഒന്നും വേണ്ടെന്ന്, സമാധാനമായിട്ട് ജീവിക്കണം. പിന്നെ ഞാൻ ഭർത്താവ് അസുഖങ്ങളൊന്നും വരുത്തിയേക്കരുത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പണം വേണമെന്നോ ഉയർച്ച വേണമെന്നോ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയും ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും
ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി ക്രിസ്തു മാറണം മക്കളെ. ക്രിസ്തു ഒരു ആനന്ദമായി, ക്രിസ്തു ഒരു ലഹരിയായി മാറണം. ഹല്ലേലൂയ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി, ഞാൻ ഒറ്റയ്ക്കല്ല, ക്രിസ്തുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. ഐ എം നോട്ട് അലോൺ. ഒരു ഉറപ്പാ മക്കളെ. ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ, ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഐ എം നോട്ട് അലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് എനിക്ക് എല്ലാം നഷ്ടപ്പെടുത്താനുള്ള ധൈര്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നു. ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി. കുർബാന ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലെ ശക്തിയാണ്. ദൈവവചന ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലെ ശക്തിയാണ്. ഈ പ്രാർത്ഥന ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലെ ശക്തിയാണ്. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സഫറിങ്, ദ ക്രൂസിഫിക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ഒരു വേദനയും സങ്കടവും ഒക്കെ വരുമ്പോൾ, എനിക്കറിയില്ല, ഇതുവരെ പ്രത്യേകിച്ച് ഒരു വേദനയും രോഗമൊന്നും എനിക്കില്ല, അറിയില്ല. ബട്ട് ഐ വാണ്ട് ടു ഷെയർ ഇൻ ഹിസ് സഫറിങ് മക്കളെ. അവൻ്റെ സഹനത്തിൽ സഹിക്കാതെ ഒരു വിശുദ്ധനും കടന്നു പോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഗോൾഡൻ മിസ്റ്ററി ഓഫ് സഫറിങ്, ഗോൾഡൻ സീക്രട്ട് ഓഫ് സഫറിങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനത്തിന്റെ സുവർണ രഹസ്യം. ഹല്ലേലൂയ. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോടുകൂടെ താരതമ്യപ്പെടുന്നതിനും. പൗലോസ് ജയിലിൽ കിടന്ന് എഴുതുക. കാലിൽ ആമം വെച്ചിട്ടുണ്ട്, കയ്യിൽ ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്, കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിട്ടുണ്ട്, കൈ എഴുതാൻ വേണ്ടി വിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ അക്ഷരത്തിലൊക്കെ എഴുതുന്നൊക്കെ പിന്നീട് ഈ കിടന്ന് എഴുതുന്ന പൗലോസിനെ നമുക്കറിയാം. ഹല്ലേലൂയ. സന്തോഷിക്കാൻ വാസ്തവത്തിൽ ഒന്നുമില്ല മക്കളെ, ചങ്കിലെ സന്തോഷം മാത്രമാണ് പൗലോസിനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവമക്കൾ എഴുന്നേറ്റ് ഒരു ഉത്ഥാനത്തിൻ്റെ അനുഭവം, ഒരു ഉയർച്ചയുടെ അനുഭവം, ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം, ഒരു വിടുതലിൻ്റെ അനുഭവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരിക. ഏത് തരത്തിൽ സങ്കടപ്പെടുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിൽ നിന്ന് ദുഃഖിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് തകർച്ചയിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകട്ടെ, ഇരു കരങ്ങൾ ഉയർത്തിയെന്ന് വിളിച്ച് ഈശോയേ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയേ. അത്ഭുത ശക്തി പ്രസരിക്കട്ടെ കർത്താവേ, അത്ഭുത കൃപകൾ നിറയട്ടെ കർത്താവേ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, അത്ഭുത ധൈര്യം ലഭിക്കട്ടെ. ഓ കർത്താവേ, ഉപേക്ഷിക്കാനുള്ള ധൈര്യം നൽകണമേ, ത്യജിക്കാനുള്ള അഭിഷേകം നൽകണമേ. എല്ലാറ്റിനും മേൽ ക്രിസ്തു, എല്ലാത്തിനേക്കാൾ അധികമായി ക്രിസ്തു, എല്ലാത്തിനേക്കാൾ മേൽ ക്രിസ്തു. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കും